Watch full episodes on Jio Hotstar. നിങ്ങൾ ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കാത്തതെന്താ? എന്താ സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞേ? അതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ? ബേസിക് റൂൾ ആണത് ഡ്രൈവിംഗിന്റെ, സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളത്. ഈ റേസിൽ സീരിയസ് ആയില്ലെങ്കിൽ അപകടമുണ്ടാവുക തന്നെ ചെയ്യും. നോക്ക്, നിങ്ങളെപ്പോലെ എനിക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ റേസിംഗിൽ വിജയിക്കണമെന്നും ഗോൾഡൻ കാർ സ്വന്തമാക്കണമെന്നും. പക്ഷെ ഞാൻ സീരിയസ് ആയിരുന്നില്ല. അങ്ങനെ അപകടവും ഉണ്ടായി. എന്റെ സ്വപ്നം സ്വപ്നമായി തന്നെ ഇരുന്നു. പക്ഷെ അതിനുശേഷം ജനങ്ങളെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി സഹായിക്കുകയാണ്. അവരിലൂടെ എന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറേ, നിങ്ങൾക്ക് ഈ കാർ ഓടിക്കാൻ പറ്റുമെങ്കിൽ ഈ റേസിൽ പങ്കെടുത്ത് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് സ്വയം സബലീകരിച്ചൂടെ? അതെ സാറേ, നിങ്ങൾ അതിന് കാലുകൊണ്ട് ഓടൊന്നും വേണ്ടല്ലോ. പരിശ്രമിക്കുന്നവരൊരിക്കലും തോൽക്കാറില്ലല്ലോ. ഈ റേസ് അത്രയ്ക്കൊന്നും എളുപ്പമല്ല. ശാരീരികമായി നല്ല ഫിറ്റ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. ബി പോസിറ്റീവ് സർ. ഞങ്ങൾ ഇന്നു മുതൽ ഈ ട്രെയിനിങ്ങിൽ വളരെ സീരിയസ് ആവാം. ഒരുപക്ഷെ നിങ്ങൾക്കും റേസിൽ പങ്കെടുക്കാൻ പറ്റിയാലോ? നിങ്ങൾ എന്റെ ഉറങ്ങിക്കിടന്ന സ്വപ്നത്തെ തട്ടിയുണർത്തുകയാണ്. അപകടത്തിന് ശേഷം ഇതുപോലെ വേറൊരാളും എന്നോട് വീണ്ടും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആരും എന്നെ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ചില്ല. നിങ്ങളാണോ ടീച്ചർ അതോ ഞാനോ? എനിക്ക് സംശയം തോന്നുന്നു. ഓക്കേ, കം ഓൺ, ലെറ്റ് us പ്രാക്ടീസ്. പക്ഷേ ഈ റേസിംഗിലുള്ള കാറിലല്ല, ഡോക്ടർ ജഡ്കയുടെ മറ്റേ കാറിൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഞാനും പങ്കെടുക്കും. വെരി ഗുഡ്. നിങ്ങൾ രണ്ടുപേരും നല്ലോണം പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്തോന്ന് നല്ല പിക്കപ്പ് ചെയ്തെന്നാ? പൊളിക്കടുത്തല്ല, വെള്ളത്തിൽ മുങ്ങി മുങ്ങി ഞങ്ങൾക്ക് ജലദോഷം പിടിച്ചിരിക്കുന്നു. ഈ റേസ് 36 മണിക്കൂറിന്റേതാണ്. കുർഫുറി നഗറിൽ നിന്നും തുടങ്ങി കാറുകളെല്ലാം മോഡേൺ സിറ്റിയിലൂടെ കടന്നു പോകുന്നതാണ്. അതിനുശേഷം മോഡേൺ സിറ്റി കഴിഞ്ഞതും ഒരു നൈറ്റ് ഹോൾഡ് ഉണ്ടായിരിക്കും. പിന്നെ രാവിലെ 10 മണിക്ക് റേസ് വീണ്ടും തുടങ്ങുന്നതാണ്. പിന്നെ ധൂംപൂരിലെ സ്റ്റേഡിയത്തിൽ ചെന്ന് അവസാനിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റേസിന്റെ മുഴുവൻ റൂട്ട് ചാർട്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം.
ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, All the best, സാറേ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേടാ. എന്റെ അഭിപ്രായത്തിൽ ഈ കാർ റേസിലൊന്നും നിങ്ങൾ പങ്കെടുക്കരുത്. ജീവൻ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. താങ്ക്സ്. പക്ഷെ ഞങ്ങൾ ഈ റേസിൽ തീർച്ചയായും പങ്കെടുക്കും. ഞങ്ങൾ ഒരു അപകടത്തെയും പേടിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ 36 മണിക്കൂറുണ്ട്. പിന്നെ ആ കള്ളനെ പിടിക്കാൻ ഈ റേസിന്റെ സമയം തന്നെ 36 മണിക്കൂറാണ്. ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ ഈ നഗരത്തിന്റെ ബോർഡർ വിട്ടാ പിന്നെ എനിക്ക് ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. ഫുർഫുറെ നഗരമാണ് എന്റെ ഏരിയ. പിന്നെ ഈ സ്റ്റേഡിയം ഏകദേശം ബോർഡറിൽ തന്നെയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓർത്തിരുന്നു, നിങ്ങളുടെ കയ്യിൽ വെറും 36 മണിക്കൂറാണ് ഉള്ളത്. പറയൂ, എത്ര മണിക്കൂറാണ് ഉള്ളത്? 36 മണിക്കൂർ. ഡോക്ടർ ജഡ്ക, നമ്മൾ അവസാനത്തെ പോയിന്റിൽ പോയി ഇവർക്ക് വേണ്ടി കാത്തിരിക്കാം. വരൂ. ആരാത്? ആരായി പുകയിട്ടത്? ആരാന്ന്? അല്ല, ഇതൊരു പുതിയ ഫാഷൻ ആണല്ലോ. മൂക്കില് ഞണ്ട്, ചെവിയില് മീന്. പത്തിലോ ഇത് ഫാഷൻ അല്ല, മത്സ്യത്തിനൊക്കെ എടുക്കൂ. ഈ ഷോ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ഇരിക്കും, ഞാൻ വണ്ടി എടുക്കട്ടെ. ഓട്ടോപത്രന്റെ കാർ ഏറ്റവും പുറകിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിലേക്ക് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവർ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. എല്ലാ കാറുകളും വളരെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ഓട്ടോപത്രന്റെ കാർ ഇതാ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇതാ മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇതാ മൂന്നാമത്തെ കാറിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് അവർ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ റേസിന്റെ അവസാനിക്കാനായിരിക്കുന്നു. ഇവിടെയായിരിക്കും ഇന്നത്തെ ലൈഫ് ഫോൾ. ഓരോ കാലവും ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടികളും ഇപ്പോൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സ്ഥലത്ത് വെച്ചായിരിക്കും നാളെ ഫൈനൽ റൗണ്ട് തുടങ്ങുന്നത്. ഇന്നിവിടെ നൈറ്റ് ഹോൾട്ട് ആണ്. ഇതാ സ്കോർ ബോർഡിലേക്ക് നിങ്ങൾ നോക്കൂ. ബ്ലാക്ക് കാറാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനുശേഷം ഗ്രീൻ കാർ, പിന്നെ ഹെവി മെറ്റൽ കാർ, പിന്നെ ബട്ടർഫ്ലൈ, പിന്നെ മോട്ടുപത്രന്റെ കാർ. ഇത് ആളുകളെ ആഹ്ലാദത്തോടെ കാറുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഇവർക്ക് നൈറ്റ് ഹോൾട്ട് ആയിരിക്കും. ഇതുവരെയായിട്ട് ആ കള്ളനെ കുറിച്ച് ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ.
ഐഡിയ. നമ്മുടെ കയ്യിൽ ഒരു നല്ല ക്ലൂ ഉണ്ട്. അവൻ ഒരു പ്രത്യേക രീതിയിലാണ് ചിരിക്കുന്നത്. വരൂ, നമുക്കൊരു കോമഡി സ്റ്റന്റ് കാണിച്ചിട്ട് അവനെ ചിരിപ്പിക്കാം. അപ്പൊ അവൻ ചിരിക്കുമ്പോ നമുക്ക് പിടിക്കാലോ. ഓ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ആദ്യം നിങ്ങൾ ഇത് പറഞ്ഞതാ അവൻ എങ്ങനെയാ ചിരിക്കുന്നെന്ന്. അതാവുമ്പോ ഞങ്ങൾക്ക് അവനെ തിരിച്ചറിയാവല്ലോ ചങ്ക്. ഇത് അവന്റെ ഫോണാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം അവന്റെ ചിരി എങ്ങനെയാണെന്ന്. ഇനി വെറും 24 മണിക്കൂർ ബാക്കി. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ പാടാ. വരൂ, നമുക്ക് കുറച്ച് സ്റ്റണ്ട് കാണിച്ചിട്ട് ആ കള്ളനെ ചിരിപ്പിക്കാം. ഡോക്ടർ ജഡ്കയും ഗസീട്ടാറാമും ചിങ്കം സാറും ആ ചിരി കേട്ട ആ കള്ളനെ കണ്ടുപിടിക്കണം. അരെ വാ, അടിപൊളി തകർത്ത ആശാനെ. എന്റെ മക്കളെ എന്നെ വിളിച്ചോണ്ട് പോ. ഡോക്ടർ ജഡ്ക, എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ചിങ്കം സാറേ, കണ്ടുപിടിക്കാൻ പറ്റിയോ? ആ, 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. വെറും 2 മണിക്കൂർ. ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ സ്വയരൂപം മനസ്സിലായി. ഒരു കുഴപ്പവുമില്ല. 2 മണിക്കൂർ ഇനിയുമുണ്ടല്ലോ. വന്നോ, പിടിച്ചോ.
മോട്ടു പാരച്യൂട്ട് ഓപ്പൺ ചെയ്യ്. മോട്ടു പാരച്യൂട്ട് ഓപ്പൺ ചെയ്യ്. സമയമായിട്ടില്ല. അവനും ഇതുവരെ പാരച്യൂട്ട് തുറന്നിട്ടില്ല. അവൻ തുറക്കാതിരിക്കുന്നത് വരെ ഞാനും തുറക്കില്ല പത്തിലു. വെറും അരമണിക്കൂർ മാത്രം ബാക്കി. കമാൺ. ചിങ്കം സാറേ, ഇതാണ് യഥാർത്ഥ കള്ളൻ, ഡ്യൂപ്ലിക്കേറ്റ് മാക് മോഹൻ. എന്റെ അമ്മോ, ഇതൊരു വലിയ ചതിയായല്ലോ. അവൻ ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്യാൻ പാടില്ല. മോട്ടു പത്ലു, 36 മണിക്കൂർ കഴിയാനായിരിക്കുന്നു. റേസ് അവസാനിക്കാൻ വെറും 10 മിനിറ്റ് മാത്രം ബാക്കി. നിങ്ങളുടെ കൺവെട്ടത്ത് നിന്നും ഒരുപാട് ദൂരം പോകും. നിന്നെ പോലത്തെ ഒരു കുറ്റവാളിയെ പിടിക്കാൻ 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. മോട്ടു ഫിനിഷിംഗ് ലൈനിൽ ഇതേ എത്തിക്കഴിഞ്ഞു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. കള്ളൻ ചേട്ടാ, കാർ മോഷ്ടിച്ച് ഞങ്ങളെ പറ്റിച്ചത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ എമോഷൻ വെച്ച് കളിച്ചില്ലേ, അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റില്ല. നിന്നെ വെറുതെ വിടില്ലടാ. ഇന്നത്തോടെ നിന്റെ കളിയും തീരും, കഥയും കഴിയും. മോട്ടു വാ.
നമുക്ക് നോക്കാം ആരുടെ കളിയാണ് അവസാനിക്കുന്നതെന്ന്, ആരുടെയാണ് തുടങ്ങുന്നതെന്നും. രക്ഷിക്കണേ, രക്ഷിക്കണേ. ശരിക്കുള്ള മാക്മോഹൻ സാറേ, ചെന്ന് റേസിൽ ജയിക്ക്. എന്നിട്ട് നിങ്ങളുടെ സ്വപ്നം സഫലമാക്കൂ. കള്ളൻ പിടിയിലായി കഴിഞ്ഞു, പിന്നെ ട്രോഫിയും തിരിച്ചു കിട്ടിയിരിക്കുന്നു. താങ്ക് യു മോട്ടു പത്ലു. Hey, the name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. കൂട്ടുകാരെ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഗോൾഡൻ കാർ ഫുർഫുറി നഗരിൽ നിന്നും മോഷണം പോയിരുന്നു. അപ്പോഴാണ് മോട്ടു പത്ലു എന്നോട് പറഞ്ഞത് അവർ 36 മണിക്കൂറിനുള്ളിൽ കള്ളനെ പിടിച്ചിരിക്കുമെന്ന്. അവരെന്താണോ പറഞ്ഞത് അത് ചെയ്ത് കാണിച്ചിരിക്കുന്നു. 3 cheers to മോട്ടു പത്ലു. ഈ കാർ റേസിൽ മിസ്റ്റർ മാക് മോഹനാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മോട്ടു പത്ലുവിനെ ക്ഷണിക്കുകയാണ്. അവരുടെ കൈകൊണ്ട് ഈ ട്രോഫി മാക് മോഹൻ സാറിന്റെ കയ്യിൽ കൊടുക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.